സെപ്റ്റംബർ 22 മുതൽ GST റീഫോം 2.0 പ്രകാരമുള്ള GST റേറ്റുകൾ പ്രാബല്യത്തിൽ വരികയാണ്. അതിനായിട്ട് സോഫ്റ്റ്വെയറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ട് തുടങ്ങിയവയാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മളെ നിലവിലുള്ള സിസ്റ്റത്തിലെ സ്റ്റോക്കും ഫിസിക്കൽ സ്റ്റോക്കും മാച്ച് ആക്കണം. അതായത് കമ്പ്യൂട്ടറിലെ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യണം. ഈ സ്റ്റോക്ക് നമ്മുടെ അക്കൗണ്ടിന് അയച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതായത് ഈ സ്റ്റോക്ക് വെച്ചിട്ടാണ് നമ്മുടെ GST ITC 03 ഫയൽ ചെയ്യേണ്ടത്. കാര്യം നമുക്ക് ടാക്സ് 0 ഐറ്റത്തിൻ്റെയൊക്കെ നമുക്ക് ഇൻപുട്ട് ടാക്സ് റിവേഴ്സൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമ്മുടെ സ്റ്റോക്ക് ആദ്യം കറക്റ്റ് ചെയ്യുക. അതിന് ശേഷമാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാനുള്ളത്. അടുത്തതായി സിസ്റ്റത്തിലേക്കും അതുപോലെ പെൻഡ്രൈവിലേക്കും ബാക്കപ്പ് എടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഫയലിനകത്ത് ബാക്കപ്പ് സെലക്ട് ചെയ്യാം. അതിൽ ഫയൽ പാത്തിനകത്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ബാക്കപ്പ് സെപ്പറേറ്റ് മനസ്സിലാക്കാനായിട്ട് ഒരു പേര് കൊടുക്കുക. അതിനുശേഷം സാധാരണ പോലെ ഓക്കെ കൊടുക്കുക. അപ്പോൾ കമ്പ്യൂട്ടറിലേക്കൊരു ബാക്കപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെൻഡ്രൈവിലും കൂടി ഒരു ബാക്കപ്പ് എടുക്കേണ്ടതുണ്ട്. അതിനായി വീണ്ടും ഫയലിൽ ബാക്കപ്പ് സെലക്ട് ചെയ്യുക. പാത്തിൻ്റെ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ പെൻഡ്രൈവ് സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അവിടെയും കൂടി എന്ത് ചെയ്യുക, നമുക്ക് പേര് കൊടുക്കാം മനസ്സിലാക്കാനായിട്ട്. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സേഫായിട്ട് പെൻഡ്രൈവിലും കൂടി നമുക്കൊരു ബാക്കപ്പ് ആയിട്ടുണ്ട്. സിസ്റ്റത്തിലുമായി പെൻഡ്രൈവിലുമായി. ഓക്കെ. ഓക്കെ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന റിപ്പോർട്ടിൽ നമുക്ക് ആവശ്യമായ എല്ലാ കോളംസും ഉണ്ടോ നോക്കുക. ഐറ്റത്തിൻ്റെ പേര്, അതുപോലെ P പ്രൈസ്, ക്വാണ്ടിറ്റി, എമൗണ്ട്, സെല്ലിംഗ് പ്രൈസ്, അതുപോലെ ടാക്സിൻ്റെ പെർസെൻറ്റേജ്, HSN കോഡ്, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും വേണം. അത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ത്രൂ ആയിട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ നമുക്ക് ടാക്സിൻ്റെ പെർസെൻറ്റേജും HSN കോഡും ഇല്ല. ആദ്യം നമുക്ക് ടാക്സിൻ്റെ പെർസെൻറ്റേജ് ആഡ് ചെയ്യാം. അതിനായി ഓപ്ഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ വരുന്ന ലിസ്റ്റിൽ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ ആഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഈ വരുന്ന വിൻഡോയിൽ ടേബിളിനകത്ത് ഇൻവെൻ്ററി ഐറ്റംസ് എന്നുള്ള ടേബിൾ സെലക്ട് ചെയ്യുക. താഴെ IGST എന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. വീണ്ടും ഓക്കെ കൊടുക്കുക. അതുപോലെ തന്നെ HSN കൂടി സെയിം മെത്തേഡിൽ ആഡ് ചെയ്യാം. ആഡ് ഇൻവെൻ്ററി ഐറ്റംസ്, അതുപോലെ HSN കോഡ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ ഓക്കെ ദെൻ ഓക്കെ. ഇനി ഈ റിപ്പോർട്ടിനെ എക്സലിലേക്ക് മാറ്റാനായിട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്ത് ടു എക്സൽ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ സ്റ്റോക്കിൻ്റെ വോളിയം അനുസരിച്ചിട്ട് ഒരു സമയമെടുത്തേക്കാം. വെയിറ്റ് ചെയ്യുക. നമ്മുടെ ടാസ്ക് ബാറിൽ എക്സലിൻ്റെ ഫയൽ വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ചെയ്യുക. ഈ റിപ്പോർട്ടിനെ നമുക്ക് എവിടേക്കാണോ സേവ് ചെയ്യേണ്ടത് കൃത്യമായി ഒരു ഫയൽ നെയിം കൊടുത്ത് സേവ് ചെയ്യുക. ശേഷം ഈ റിപ്പോർട്ട് നമ്മുടെ അക്കൗണ്ടിന് അയച്ചു കൊടുക്കുക. ഇനി നമുക്ക് ലേറ്റസ്റ്റ് വേർഷനിലേക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട്. ഹെൽപ്പിനകത്ത് പോയിട്ട് അതിൽ ആക്രോബിസ് വേർഷൻ സെലക്ട് ചെയ്താൽ കറണ്ട് വേർഷൻ അറിയാൻ പറ്റും. ഏറ്റവും ലേറ്റസ്റ്റ് ഡേറ്റിലെ വേർഷൻ ആയിരിക്കും വേണ്ടത്. അതിനായിട്ട് ഹെൽപ്പിൽ തന്നെ അപ്ഡേറ്റ് ആക്രോബിസ് കൊടുക്കുക. ജസ്റ്റ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഇനി Windows 7 യൂസ് ചെയ്യുന്ന കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ യൂസ് HTTP എന്നുള്ളത് ടിക്ക് ഇട്ടിട്ട് വേണം ഡൗൺലോഡ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ ഇത് ഡൗൺലോഡ് ആവുകയുള്ളൂ. ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. അതുപോലെ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുകയും ചെയ്യും. മാനുവലി ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കരുത്. പുതിയ വേർഷനിലേക്ക് ഇത് ഓപ്പണായി ഓട്ടോമാറ്റിക്കലി വരും. ഈ യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഇനി ആദ്യം നോക്കേണ്ടത് ഹെൽപ്പിനകത്ത് വേർഷൻ ചെക്ക് ചെയ്യുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയതൊന്ന് ചെക്ക് ചെയ്യുക. 21/9 ആണ് ലാസ്റ്റ് വേർഷൻ. ദെൻ ഇനി രജിസ്ട്രേഷനകത്ത് ടാക്സ് ഷെഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ പഴയ ഷെഡ്യൂൾസ് എല്ലാം നേരത്തെ തന്നെ ക്യാൻസൽ എന്നുള്ള ഒരു പ്രിഫിക്സോട് കൂടി കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ടാക്സ് റേഞ്ച് ചേഞ്ച് ചെയ്യുന്നതിന് 2 സെനാരിയോസ് ഉണ്ട്. ഒന്നാമതായിട്ട് ഒരു പർട്ടിക്കുലർ ടാക്സ് റേറ്റിലുള്ളത് പൂർണ്ണമായിട്ടും വേറൊന്നിലേക്ക് മാറുന്നു.
എക്സാമ്പിൾ 28% നിന്ന് ഫുൾ ഐറ്റംസും 18ലേക്ക് മാറുന്നു. അതുപോലെ തന്നെ കോള പോലുള്ള ഐറ്റംസ് നിലവിൽ 28% പ്ലസ് 12% സെസ്സുള്ള ഐറ്റംസ് അത് പൂർണ്ണമായിട്ടും 40% മാറുന്നു. സ്റ്റാൻഡേർഡ് റിപ്പോർട്ടിൽ സ്റ്റോക്ക് റിപ്പോർട്ട് സെലക്ട് ചെയ്യുക, ക്വാണ്ടിറ്റി ഒരു ലെസ് ദാൻ കൊടുത്തിട്ട് ഒരു 1 lakh വല്ലതും കൊടുക്കുക, ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുണ്ടോ, അതിനകത്ത് ജസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് GST ഷെഡ്യൂൾ ഒന്ന് ടിക്ക് ഓൺ ആക്കുക, ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ റിപ്പോർട്ട് ഫുള്ള് അവിടെ ജനറേറ്റ് ആവും. അതിൽ നമുക്ക് ആ ടാക്സിൻ്റെ ഷെഡ്യൂൾസും കറൻറ്റ്ലി കാണാൻ പറ്റും. ആ GST ഷെഡ്യൂൾ നല്ല ഹെഡിങ്ങിൽ ക്ലിക്ക് ചെയ്താൽ അത് സോർട്ടായി വരും. ഇനി നമുക്ക് ഈ ഒരു ഷെഡ്യൂൾ പൂർണ്ണമായിട്ടും 12 എന്നുള്ള ശതമാനം പൂർണ്ണമായിട്ടും സെലക്ട് ചെയ്യാണ്. കീബോർഡിൽ ഷിഫ്റ്റ് ഡൗൺ ആരോ അല്ലെങ്കിൽ ഷിഫ്റ്റ് പേജ് ഡൗൺ ഉപയോഗിച്ച് നമുക്ക് ഫുള്ള് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം മെനുവിൽ ക്ലിക്ക് ചെയ്യുക, അതിൽ സെറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഇനി ഇവിടെ GST ഷെഡ്യൂളിനകത്ത് നമുക്ക് വേണ്ട ഷെഡ്യൂൾ സെലക്ട് ചെയ്യുക. ഷെഡ്യൂൾ 1 സെലക്ട് ചെയ്തു, 5% വന്നിട്ടുണ്ട്. ഇനി റേറ്റ് ഓട്ടോമാറ്റിക്കലി കുറയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്ക് ഇടുക, സെയിൽ റേറ്റ് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞോളും. ഇനി റൗണ്ട് ഓഫ് എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക, ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി നമ്മൾ ആ സെലക്ട് ചെയ്ത കംപ്ലീറ്റ് ഐറ്റംസും 5%ലേക്ക് റേറ്റിൻ്റെ ഡിഫറൻസോട് കൂടി അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. ഇനി രണ്ടാമത്തെ സെനാരിയോ എങ്ങനെ നോക്കാം. ഒരു നിശ്ചിത ശതമാനം ടാക്സ് റേറ്റുള്ള ഐറ്റം പൂർണ്ണമായിട്ടും മാറാതെ കുറച്ച് ഐറ്റംസ് 5ലേക്കും ബാക്കിയുള്ളവ സെയിം ടാക്സ് റേറ്റിലും നിലനിൽക്കുന്നു. അടുത്തതായി ഒരു നിശ്ചിത ടാക്സ് റേറ്റുള്ള ഐറ്റംസ് വേറൊന്നിലേക്ക് 5ലേക്കോ അല്ലെങ്കിൽ 0ലേക്കോ മാറുന്നു. ഇതെങ്ങനെയും നോക്കാം. ഇതിൽ സ്റ്റോക്ക് റിപ്പോർട്ട് എടുക്കുക. നമുക്ക് ഏതൊക്കെ ഐറ്റംസ് ആണോ മാറ്റേണ്ടത്, ഇപ്പം ഗ്രൂപ്പ് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഐറ്റം ഗ്രൂപ്പ് പോലും ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആ ഗ്രൂപ്പ് വൈസിൽ മാറ്റാം. ഇനി ഗ്രൂപ്പ് തിരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരേ ടാക്സിലേക്ക് മാറുന്നതായിട്ട് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. കീബോർഡിൽ കൺട്രോളോ ഷിഫ്റ്റോ ഹോൾഡ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാം. മെനുവിൽ ക്ലിക്ക് ചെയ്യുക, അതിൽ സെറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം. ഇനി ഏത് ടാക്സ് റേറ്റിലേക്കാണോ മാറുന്നത് ആ ടാക്സ് റേറ്റ് സെലക്ട് ചെയ്യുക. ശേഷം നമുക്ക് താഴെ വെരിഫൈ ചെയ്യുക ടാക്സ്. ദെൻ സെല്ലിംഗ് റേറ്റ് കുറയോ കൂടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ടിക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി റേറ്റ് ചേഞ്ച് ആവും. ദെൻ റൗണ്ട് ഓഫും കൂടി നമ്മൾ സെലക്ട് ചെയ്യുക, ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കാം. അപ്പം റൗണ്ട് ചെയ്ത എമൗണ്ടും വന്നോളും. ഇനി ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് കാണുന്ന പോലെ ടൈപ്പ് ചെയ്യുക, ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ ഐറ്റംസും 5%ലേക്ക് മാറിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഗ്രൂപ്പ് വൈസിൽ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം. സ്റ്റോക്ക് റിപ്പോർട്ട് എടുക്കുക, അതിൽ ഏത് ഗ്രൂപ്പിലാണോ നമുക്ക് മാറ്റേണ്ടത് ആ ഗ്രൂപ്പ് അവിടെ സെലക്ട് ചെയ്യുക. ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ ഐറ്റംസും ആ ഗ്രൂപ്പിലുള്ള എല്ലാ ഐറ്റംസും അവിടെ ലോഡ് ചെയ്യും. കീബോർഡിൽ Ctrl A ക്ലിക്ക് ചെയ്താൽ ഫുള്ള് സെലക്ട് ആവും. മെനുവിൽ ക്ലിക്ക് ചെയ്യുക, അതിൽ GST ഷെഡ്യൂൾ ഏതാണോ വേണ്ടത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. റേറ്റ് അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ടിക്ക് മാർക്ക് ഇടുന്നു. റൗണ്ട് ഓഫ് കൊടുത്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. അതോടുകൂടി ആ ഗ്രൂപ്പിലുള്ള കംപ്ലീറ്റ് ഐറ്റംസും നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു GST റേറ്റിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഒന്ന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, റിഫ്രഷ് ഓൾ ഫീൽഡ് എന്നുള്ള ബട്ടൺ ഒന്ന് സെലക്ട് ചെയ്യുക. ഇനി ഇതിനകത്ത് ഒന്നും കൂടി ഓപ്ഷൻ എടുത്തിട്ട് ഓൾഡ് പ്രൈസും കൂടെ ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രൈസും ഇപ്പോൾ അപ്ഡേറ്റ് ആയി വന്നിട്ടുള്ള പ്രൈസും കൂടി നമുക്ക് ആ സെയിം റിപ്പോർട്ടിൽ കാണാം. ഈ ഒരു ഫീൽഡ് വേണമെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ പ്രിൻ്റ് ഔട്ടിലേക്ക് വേണമെങ്കിൽ പ്രിൻറ്റിലും കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അതുപോലെ തന്നെ മറ്റൊരു ഗ്രൂപ്പും കൂടി നമുക്ക് നോക്കാം. ഇപ്പം സിമൻറ്റ് എന്നുള്ളത് ശരിക്കും 28 നിന്ന് 18ലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രൂപ്പും കൂടെ സെലക്ട് ചെയ്യാം. Ctrl A സെലക്ട് ചെയ്യാം. മെനുവിൽ ക്ലിക്ക് ചെയ്ത് സെറ്റ് ഗ്രൂപ്പ് 998 ഷെഡ്യൂൾ സെലക്ട് ചെയ്തു. അപ്ഡേറ്റ് പ്രൈസ് കൊടുത്തു, റൗണ്ട് ഓഫ് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇതോടെ സിമൻറ്റ് കംപ്ലീറ്റ് ഐറ്റംസും 28 നിന്നും 18ലേക്ക് ആ ടാക്സ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ഗ്രൂപ്പ് വൈസിൽ ടാക്സ് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നത്.